നിയമത്തിനും ചട്ടത്തിനും അകത്തു നിന്നുകൊണ്ട് ജനങ്ങളെ പരമാവധി സഹായിക്കാനുള്ള ശ്രമമാണ് അദാലത്തുകൾ എന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്. കരുതലും കൈത്താങ്ങും കാർത്തികപ്പള്ളി താലൂക്ക് അദാലത്ത് രാമപുരം ചേപ്പാട് താമരശ്ശേരി കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഭരണം നടത്തുക എന്നതാണ് ഭരണാധികാരികളുടെയും ഉദ്യോഗസ്ഥരുടെയും ഉത്തരവാദിത്തം. അദാലത്തുകളിൽ പരാതിക്കാർക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും ഒന്നിച്ചിരുന്ന് പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം കാണാനാവും. സാധാരണ സർക്കാർ ഓഫീസുകളിൽ ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് ഇടമുണ്ടാവില്ല. അദാലത്തുകളിൽ ഈ സൗകര്യമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദാലത്തുകൾ ഉദ്യോഗസ്ഥർക്ക് പാഠശാലയുമാണെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. നമ്മുടെ ഓഫീസുകളിലേക്ക് എത്തുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാതെ നിയമപരമായി ചെയ്തു കൊടുക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്നതാണ് സർക്കാർ ഉദ്യോഗസ്ഥരോടും പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് അദാലത്ത് ഒരു പാഠശാലയാണ് എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ എങ്ങനെ ചെയ്യണം എന്ന് സർക്കാരിൻ്റെ നിലപാട് എന്താണെന്ന് ഉദ്യോഗസ്ഥർക്ക് കുറച്ചുകൂടി ബോധ്യപ്പെടുന്ന തരത്തിലേക്ക് എത്തും ഈ കാര്യങ്ങൾ. അദാലത്തിലെ ഈ രീതി തുടർന്ന് നമ്മുടെ ഓഫീസുകളിൽ കൃത്യതയോടുകൂടി എന്നവണ്ണം പാലിക്കാൻ ബന്ധപ്പെട്ട ആളുകളെല്ലാം തയ്യാറാവണം. ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതല്ല, സഹായിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഉത്തരവാദിത്വവും കടമയും എന്നത് ജീവനക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞ മന്ത്രി അടക്കമുള്ള എല്ലാവരുടെയും മനസ്സിലുണ്ടാവേണ്ടതാണ്. സർക്കാരിൻ്റെ നയം അത് തന്നെയാണ്. അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ മന്ത്രിയും ഉദ്യോഗസ്ഥരും എല്ലാം ബാധ്യസ്ഥരാണ്. ഉദ്ഘാടന സമ്മേളനത്തിൽ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി പുല്ലൂരാംപാറയിൽ വാഹനാപകടത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് രാവിലെ 10-ന് അദാലത്ത് ആരംഭിച്ചത്. ഉദ്ഘാടന സമ്മേളനത്തിൽ 22 പേർക്ക് മുൻഗണനാ റേഷൻ കാർഡുകളും കാലങ്ങളായി കരമടയ്ക്കാൻ കഴിയാതിരുന്ന 4 പേർക്ക് കരമടവ് രസീതുകളും മന്ത്രിമാർ ചേർന്ന് വിതരണം ചെയ്തു. എംഎൽഎമാരായ യു പ്രതിഭ, തോമസ് കെ തോമസ്, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, കായംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ പി ശശികല, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കാർത്തികപ്പള്ളി താലൂക്ക് തല അദാലത്തിൽ 384 അപേക്ഷകളാണ് പരിഗണിച്ചത്. കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിൽ കാർത്തികപ്പള്ളി താലൂക്കിൽ 268 പരാതികളിൽ തീർപ്പ്. അദാലത്തിലേക്ക് നേരത്തെ ലഭിച്ച 470 അപേക്ഷകളിൽ 385 പരാതികളാണ് പരിഗണനാർഹമായി ഉണ്ടായിരുന്നത്. അദാലത്തിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്, ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ എന്നിവരാണ് പരാതികൾ കേട്ട പരിഹാരം നിർദ്ദേശിച്ചത്. അദാലത്തിലേക്ക് നേരത്തെ ലഭിച്ച 470 അപേക്ഷകളിൽ 385 പരാതികളാണ് പരിഗണനാർഹമായി ഉണ്ടായിരുന്നത്. മറ്റ് 117 അപേക്ഷകളിൽ സത്വര തുടർ നടപടികൾക്ക് നിർദ്ദേശിച്ച് മന്ത്രിമാർ വകുപ്പുകൾക്ക് കൈമാറിയിട്ടുണ്ട്. അദാലത്തിലേക്ക് നേരത്തെ പരാതി നൽകിയവരെയെല്ലാം മന്ത്രിമാർ നേരിൽ കണ്ടു. അദാലത്ത് ദിവസം കൗണ്ടറിലൂടെ 285 പുതിയ പരാതികൾ കൂടി ലഭിച്ചു. പുതിയ പരാതികൾ സ്വീകരിക്കാൻ കൗണ്ടറുകൾ ഒരുക്കിയിരുന്നു. അദാലത്ത് ദിവസം ലഭിച്ച അപേക്ഷകൾ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുകയും 15 ദിവസത്തിനകം തീർപ്പ് കൽപ്പിക്കാൻ ബന്ധപ്പെട്ടവർക്ക് മന്ത്രിമാർ നിർദ്ദേശം നൽകുകയും ചെയ്തു. വിവിധ വില്ലേജുകളിലായി വളരെക്കാലമായി കരമടയ്ക്കാൻ സാധിക്കാതിരുന്ന 11 കേസുകളിലെ നികുതി രസീതുകൾ അദാലത്തിൽ വിതരണം ചെയ്തതായി സമാപന ചടങ്ങിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അറിയിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കുണ്ടായിരുന്ന അപേക്ഷകളിൽ 289 എണ്ണത്തിന് ഇവിടെ വെച്ച് തന്നെ തീർപ്പ് കൽപ്പിക്കാനായി എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. അതാണ് ഈ അദാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്ന് പറയുന്നത്. ശ്രീമതി വിദ്യ കെ കദളിക്കാട് എന്നിവർക്ക് സാമൂഹിക വകുപ്പ് വഴി അവരുടെ ഭിന്നശേഷിക്കാരിയായ കുട്ടിക്ക് ചികിത്സാധനം സഹായം അനുവദിക്കണം എന്നുള്ള അപേക്ഷ ഉണ്ടായിരുന്നു. അതിൻ്റെ ആ അപേക്ഷയുടെ പുറത്ത് 1 ലക്ഷം രൂപ ചികിത്സാ സഹായമായി അനുവദിച്ച വിവരം കൂടി അറിയിക്കട്ടെ. വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട 15 കേസുകളും KSEBയുമായി ബന്ധപ്പെട്ട 9 കേസുകളും തീർപ്പാക്കിയതായും മന്ത്രി പി പ്രസാദ് അറിയിച്ചു. എംഎൽഎമാരായ യു പ്രതിഭ, തോമസ് കെ തോമസ്, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് എന്നിവർ അദാലത്തിൽ സന്നിഹിതരായിരുന്നു. രാവിലെ 10-ന് ആരംഭിച്ച അദാലത്ത് വൈകിട്ട് 3 മണിയോടെ അവസാനിച്ചു. കൊലപാതകം നടത്തുന്നവരെ സ്വാതന്ത്ര്യ സമര സേനാനികളെ പോലെയാണ് CPM കൊണ്ടു നടക്കുന്നതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. കായംകുളത്ത് BJP സംഘടിപ്പിച്ച ജനമുന്നേറ്റ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓരോ തെരഞ്ഞെടുപ്പിലും വർഗീയത പറഞ്ഞ് CPM വോട്ട് പിടിക്കുകയാണെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. കൊലയാളി സംഘങ്ങളെ മഹത്വവൽക്കരിക്കുന്ന പാർട്ടിയായി CPIM മാറിയെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. ഓരോ തെരഞ്ഞെടുപ്പിലും വർഗീയത പറഞ്ഞ് CPM വോട്ട് പിടിക്കുന്നു. പിണറായി ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെയും പോപ്പുലർ ഫ്രണ്ടിനെയും തള്ളിപ്പറയുന്നത് പോയ വോട്ട് തിരികെ പിടിക്കാനാണെന്നും അദ്ദേഹം ആരോപിച്ചു. എല്ലാ വൃത്തികേടുകളെയും പ്രോത്സാഹിപ്പിക്കും, കൊലയാളി സംഘങ്ങളെ
മഹത്വവൽക്കരിക്കുന്ന ഒരു പാർട്ടിയായി CPM മാറിയിരിക്കുന്നു. 2 കോൺഗ്രസിന്റെ സഹപ്രവർത്തകർ, കാസർഗോഡ് ജില്ലയിലെ 2 കോൺഗ്രസ് പ്രവർത്തകരെ കൊലപ്പെടുത്തിയ ഇരട്ട കൊലപാതക കേസിലെ പ്രതികളെ ജയിലിൽ പോയി സ്വീകരിക്കുന്നു, അവരെ മഹത്വവൽക്കരിക്കുന്നു. അവർ സ്വാതന്ത്ര്യ സമര സേനാനികളെ പോലെ മഹാന്മാരാണെന്ന് പറയുന്നു. ഇപ്പോൾ പിണറായി വിജയൻ പോപ്പുലർ ഫ്രണ്ടിനെതിരെ പറയുന്നു. എന്താ പറയാൻ കാരണം? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമിതമായ വർഗീയ പീഡനം കാരണം CPM-ൽ നിന്ന് വലിയൊരു വിഭാഗം ആളുകൾ എതിരായി വോട്ട് ചെയ്തു. BJP-ക്ക് അനുകൂലമായ ആളുകൾ വോട്ട് ചെയ്തു. പോയ വോട്ട് തിരിച്ചു പിടിക്കാനാണ് ജമാഅത്തെ ഇസ്ലാമിക്കെതിരായും പോപ്പുലർ ഫ്രണ്ടിനെതിരായും അവർ സംസാരിക്കുന്നത്. ജി സുധാകരൻ അഴിമതി നടത്താത്ത മന്ത്രിയായിരുന്നു. ഇന്ന് ജി സുധാകരന് CPM-ൽ കറിവേപ്പിലയുടെ വില പോലുമില്ല. അഴിമതിക്കെതിരെ സംസാരിക്കുന്നവരെ ബ്രാഞ്ച് മുതൽ പുറത്താക്കും. ശ്രീനാരായണ ഗുരു വെറുമൊരു സാമൂഹ്യ പരിഷ്കർത്താവല്ല. കോടിക്കണക്കിന് ജനങ്ങൾ അദ്ദേഹത്തെ ദൈവമായി കാണുന്നു. ലോകം മുഴുവൻ സനാതന ധർമ്മത്തിന്റെ സന്ദേശം എത്തിച്ച ആളാണ് ഗുരുദേവൻ. EMS ഗുരുദേവനെ അപമാനിച്ചതുപോലെ പിണറായിയും ഇപ്പോൾ അപമാനിക്കുന്നു. കോൺഗ്രസിൽ 6 സ്വയം പ്രഖ്യാപിത മുഖ്യമന്ത്രിമാരാണ് ഇപ്പോഴുള്ളതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ചടങ്ങിൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ, BJP ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. കോട്ടയം ജില്ലയിൽ ഡ്രോൺ ഉപയോഗിച്ച് പാടശേഖരങ്ങളിൽ വളപ്രയോഗം നടത്തുന്ന പദ്ധതിക്ക് ചങ്ങനാശ്ശേരി മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ തുടക്കമായി. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ നെൽ കർഷകരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ 2024-25 ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായാണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം നടത്തുന്നത്. സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവ് മൂലമുള്ള നെല്ലിലെ കറവലിനും ദൃഢതക്കുറവിനും പരിഹാരം കാണുന്നതിനായാണ് ഡ്രോൺ ഉപയോഗിച്ച് വളപ്രയോഗം നടത്തുന്നത്. സിങ്ക്, മംഗനീസ്, ബോറോൺ എന്നിവയുടെ മിശ്രിതമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. വാഴപ്പള്ളി, പായിപ്പാട്, വാകത്താനം പഞ്ചായത്തുകളിലെ 825 ഏക്കർ പാടത്താണ് വളപ്രയോഗം. 7 ലക്ഷം രൂപയാണ് മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭരണസമിതി ഇതിനായി ചെലവഴിക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം വാഴപ്പള്ളി പഞ്ചായത്തിലെ ഓടേറ്റി വടക്ക് പാടശേഖരത്ത് അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA നിർവഹിച്ചു. ഒരു പുതിയ ടെക്നോളജിയാണ് ഇവിടെ പരീക്ഷണം നടത്തുന്നത്. നമുക്കറിയാം, നെല്ല് കൊയ്ത് കൂടെയാക്കി കഴിയുമ്പം മില്ലുകാർ വരുമ്പം പറയും തൂക്കം കുറവാണ്, അതിനകത്ത് പതിനാണ്, അതോടൊപ്പം തന്നെ കറുത്ത നെല്ലാണെന്നൊക്കെ പറഞ്ഞുള്ള ഒത്തിരിയേറെ കുറ്റപ്പെടുത്തലുകൾ നമ്മൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് കേരള സർവകലാശാലയുടെ കാർഷിക സർവകലാശാലയുടെ റിസർച്ച് വിങ്ങിന്റെ പഠനപ്രകാരം കഴിഞ്ഞ പ്രാവശ്യവും അതിനു മുമ്പും ഒക്കെ അവർ പരീക്ഷിച്ച് വിജയകരമാണെന്ന് ബോധ്യപ്പെട്ട ഒരു സംവിധാനം, ഒരു കൃഷി രീതി ഇപ്പൊ നമ്മളെ ഈ പാടത്തിലേക്ക്, വടക്കേ വടറ്റി പാടത്തേക്ക് ഉപയോഗിക്കാം. നമുക്കറിയാം, നമ്മുടെ നെൽകർഷകർ ഒത്തിരിയേറെ കഷ്ടപ്പാട് സഹിച്ചാണ് നെൽകൃഷി മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഒത്തിരിയേറെ കാര്യങ്ങളിൽ ഈ നെല്ലിന്റെ വില തന്നെ കൂട്ടണമെന്നാണ് ഞങ്ങളെയൊക്കെ ആവശ്യം. ചടങ്ങിൽ വാഴപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് N രാജു പദ്ധതി വിശദീകരണം നടത്തി. ഡിവിഷൻ മെമ്പർ ടീനാമോൾ, മെമ്പർമാരായ മാത്തുക്കുട്ടി പ്ലാത്താനം, വർഗീസ് ആന്റണി, സ്ഥിരസമിതി അധ്യക്ഷ ലൈസമ്മ ആന്റണി, വാർഡംഗം പുഷ്പവല്ലി, പാടശേഖര സമിതി ഭാരവാഹികളായ ജോർജ് മാത്യു, തോമസ് കൊട്ടാരത്തിൽ എന്നിവർ പങ്കെടുത്തു. വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്തിനെ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 6 ഗ്രാമപഞ്ചായത്തുകളും അതിദരിദ്രരില്ലാത്ത പഞ്ചായത്തുകളായി മാറിയതോടെയാണ് ജനുവരി 7-ന് ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രഖ്യാപനം നടത്തിയത്. വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള മുട്ടാർ ഗ്രാമപഞ്ചായത്ത് 2023 ഡിസംബർ മാസത്തിലും പുളിങ്കുന്ന്, രാമങ്കരി, വെളിയനാട്, കാവാലം, നീലംപേരൂർ പഞ്ചായത്തുകൾ 2024 ഡിസംബറിലും അതിദാരിദ്ര്യ മുക്ത പഞ്ചായത്തുകളായി പ്രഖ്യാപിച്ചിരുന്നു. ഇതേ തുടർന്നാണ് വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്തിനെ അതിദരിദ്രരില്ലാത്ത ആലപ്പുഴ ജില്ലയിലെ ആദ്യ ബ്ലോക്ക് പഞ്ചായത്തായി പ്രഖ്യാപിച്ചത്. ഇതിന്റെ ഭാഗമായി ചേർന്ന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MV പ്രിയ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. എന്താണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് ഉദ്ദേശിച്ചത്? ദാരിദ്ര്യരെ കണ്ടെത്തുക എന്നുള്ളത്
പ്രധാനമായും അവർക്ക് പാർപ്പിടമില്ല എങ്കിൽ, പ്രധാനമായും അവർക്ക് ഭക്ഷണമില്ല എങ്കിൽ, പ്രധാനമായും അവരുടെ ആരോഗ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ 3 ഘടകങ്ങളാണ് ദരിദ്രരെ നമ്മൾ കണ്ടെത്താനുള്ള അടിസ്ഥാന ഘടകമായി കാണുന്നത്. പാർപ്പിടവും അവരുടെ ഭക്ഷണവും അവരുടെ ആരോഗ്യവും. ഇത് വെച്ചുകൊണ്ടാണ് കേരളം ഒട്ടാകെ തീവ്ര യജ്ഞ പരിപാടിയായിട്ട് നമ്മളിത് സംഘടിപ്പിച്ചത്. ആദ്യമായിട്ട് നമ്മുടെ ജില്ലയിൽ വെളിയനാട് ബ്ലോക്ക് ഈ ഒരു മേഖലയിലേക്ക് എത്തിച്ചേർന്നത് നമുക്ക് എല്ലാവർക്കും തന്നെ ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷമായിട്ട് കാണാം. സമ്മേളനത്തിൽ വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK വേണുഗോപാൽ അധ്യക്ഷനായി. BDO ബിൻസി മോൾ പദ്ധതി വിശദീകരണം നടത്തി. ഓരോ പഞ്ചായത്ത് പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും അവരുടെ അടുത്ത് ചെന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്നതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഒരു നല്ല പ്രയത്നം കൂടി ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും നമ്മൾ പറയുന്ന അനുസരിച്ച് തന്നെ മുന്നോട്ട് നീങ്ങിയതിൻ്റെ ഫലമാണ് ഇന്ന് നമുക്ക് പ്രഖ്യാപനം നടത്താനായിട്ട് സാധിച്ചത്. അതിൻ പ്രകാരം 6 പഞ്ചായത്തിൻ്റെയും കഴിഞ്ഞ 12-ാം മാസത്തിൽ നമുക്ക് ഈ പഞ്ചായത്ത് തലത്തിൽ പ്രഖ്യാപനം നടത്തിയതിൻ്റെ സാക്ഷ്യപത്രം ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. അതിനകത്ത് വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 6 ഗ്രാമപഞ്ചായത്തുകളിലായി 34 അതിദരിദ്രരാണ് ഉണ്ടായിരുന്നത്. അതിൽ 5 പേരെ മരണപ്പെട്ടു, 3 പേര് തുടർന്നുള്ള സേവനം ആവശ്യമില്ലാത്തതിനാൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന ജോസഫ്, കാവാലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK സത്യദാസ്, മുട്ടാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരമ്യ സനൽ, ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷരായ സബിത രാജേഷ്, പ്രീതി സജി, ആശാദാസ്, മുൻ വൈസ് പ്രസിഡന്റ് സരിത സന്തോഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CV രാജീവ് എന്നിവർ സംസാരിച്ചു. കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന വാർപാത്ത് സമരപരമ്പരയുടെ 2ാം ഘട്ടം ആരംഭിച്ചു. 1ാം സമ്മേളനം നെടുമുടി പൂപ്പള്ളി ജംഗ്ഷന് സമീപം കഴിഞ്ഞ ദിവസം നടന്നു. നെൽകർഷക സംരക്ഷണ സമിതി രക്ഷാധികാരി VJ ലാലി 2ാം ഘട്ട സമരം ഉദ്ഘാടനം ചെയ്തു. ഈ ഗവൺമെന്റ് ഭരിക്കുമ്പോഴാണ് കർഷകന്റെ കയ്യിൽ നിന്നും ഈ നെല്ല് വാങ്ങിച്ചെടുത്തിട്ട് അതിന്റെ വില കൊടുക്കാൻ കഴിയാതെ ഇതുപോലെ കേരള സ്റ്റേറ്റ് എന്ന് പറയുന്ന കാറിൽ ഈ സൂക്ഷിച്ച് സഞ്ചരിക്കുന്ന സിവിൽ സപ്ലൈസ് മന്ത്രി നിങ്ങൾ ഈ രാജ്യത്തിന്, നിങ്ങൾ ഈ സംസ്ഥാനത്തിന് അപമാനമാണ് എന്ന് ഞങ്ങൾക്ക് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോ കൊടുക്കാനുള്ള ഈ 4 മാസം കഴിഞ്ഞിട്ടും കൊടുക്കാത്ത തുക കൊടുക്കുവാൻ ഞങ്ങൾ തയ്യാറാവണം എന്നാണ് ഞങ്ങൾ വീണ്ടും ജനാധിപത്യപരമായ രീതിയിൽ സമരം നടത്തിക്കൊണ്ട് ബഹുമാന്യയായ ഞങ്ങളുടെ പ്രസിഡന്റ് ശ്രീമതി റജീന അഷ്റഫിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സമരം നടത്തുന്നത്. 2ാം ഘട്ട സമരത്തിന്റെ ഔപചാരികമായ ആരംഭമാണ് ഇവിടെ നിന്ന് നടക്കുന്നത്. സത്യാഗ്രഹം നടത്തി, നിരാഹാര സത്യാഗ്രഹം നടത്തിയതിനു ശേഷം നടന്നിട്ടുള്ള ധാരണകൾ, അന്ന് കോട്ടയം ആലപ്പുഴ കളക്ടറേറ്റിൽ നടത്തിയ 2 മന്ത്രിമാരുടെയും സിവിൽ സപ്ലൈസിന്റെയും കൃഷി വകുപ്പിന്റെയും കുട്ടനാടിന്റെ MLA-യുടെയും ആലപ്പുഴ ജില്ലാ കളക്ടറുടെയും സാന്നിധ്യത്തിൽ CPI-യുടെ നേതാക്കന്മാരുടെയും സാന്നിധ്യത്തിൽ ഉറപ്പ് നൽകിയിരുന്നതാണ് 15 ദിവസത്തിനകം നെല്ലിന്റെ വില കൊടുക്കുന്നത് കൊടുത്തു തുടങ്ങും. NKSS വൈസ് പ്രസിഡന്റ് ലാലിച്ചൻ പള്ളിവാതുക്കൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നെൽകർഷകരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് NKSSന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് പടിക്കൽ 9 ദിവസത്തെ നിരാഹാര സമരം അനുഷ്ഠിച്ച ജനറൽ സെക്രട്ടറി സോണിച്ചൻ പുളിങ്ങുന്നിനെയും വൈസ് പ്രസിഡന്റ് ലാലിച്ചൻ പള്ളിവാതുക്കലിനെയും കർഷകർ ആദരിച്ചു. സംസ്ഥാന പ്രസിഡന്റ് റജീന അഷ്റഫ്, ജനറൽ സെക്രട്ടറി സോണിച്ചൻ പുളിങ്ങുന്ന്, വർക്കിംഗ് പ്രസിഡന്റ് PR സതീശൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ, കോർഡിനേറ്റർ ജോസ് കാവനാട് തുടങ്ങിയവർ പങ്കെടുത്തു. ഇനിയുള്ള വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇപ്പൊ ഇടിമണ്ണിക്കല കല്യാണം. വാർത്തകൾ തുടരുന്നു. മകരവിളക്കിനൊരുങ്ങി ശബരീശന്റെ പൂങ്കാവനം. ഈ വർഷത്തെ മകരവിളക്ക് മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി ശബരിമല മേൽശാന്തി S അരുൺകുമാർ നമ്പൂതിരി അറിയിച്ചു. ഉത്തരായന കാലം കഴിഞ്ഞ് ദക്ഷിണായന കാലം തുടങ്ങുകയാണ്. ധനുമാസത്തിൽ നിന്നും മകരമാസത്തിലേക്ക് സൂര്യൻ സംക്രമിക്കുന്ന ഈ സമയത്ത് പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന തിരുവാഭരണങ്ങൾ അയ്യപ്പസ്വാമിക്ക് ചാർത്തി ദീപാരാധന നടത്തും. ഇതോടൊപ്പം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞ് ഭക്തർക്കെല്ലാം അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്നും മേൽശാന്തി പറഞ്ഞു. നമ്മുടെ ഈ വർഷത്തെ മണ്ഡല മഹോത്സവം കഴിഞ്ഞു. അതിനോടനുബന്ധമായിട്ട് മകരവിളക്ക് മഹോത്സവം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് 2 കാലങ്ങളാണ്, ഉത്തരായന കാലവും ദക്ഷിണായന കാലവും.
ആ ദക്ഷിണായന കാലം കഴിഞ്ഞ് ഉത്തരായന കാലം, ദേവകാലം തുടങ്ങിയായി. അന്നേരം ഈ ധനുമാസത്തിൽ നിന്നും മകരമാസത്തിലേക്ക് സൂര്യൻ സംക്രമിക്കുന്ന സംക്രമ പൂജ. ആ സൂര്യൻ്റെ സംക്രമ സമയത്ത് വിശേഷാൽ മന്ത്രങ്ങളെ കൊണ്ട് ദേവനെ പൂജയും ഭഗവാന്റെ പന്തളം കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന തിരുവാഭരണം ഭഗവാന് ചാർത്തി ദീപാരാധന നടത്തുകയും ആ ദീപാരാധനയോടൊപ്പം തന്നെ പൊന്നമ്പലമേട്ടിൽ ദീപം തെളിഞ്ഞ് ഭക്തന്മാർക്കെല്ലാം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുകയാണ്. തലവടി നീരേറ്റുപുറം ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പുരുഷന്മാർക്ക് മേൽവസ്ത്രം ധരിച്ചു കയറാം. ക്ഷേത്ര മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രസിദ്ധമായ തലവടി ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പുരുഷന്മാർക്ക് മേൽവസ്ത്രം ധരിച്ച് കയറാമെന്ന് ക്ഷേത്ര മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി അറിയിച്ചു. വസ്ത്രധാരണം സ്വകാര്യതയാണെന്നും മാന്യത പുലർത്തണമെന്നേയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. ഹൈന്ദവർ എന്നും അനാചാരങ്ങൾക്കെതിരാണ്. കാലോചിത മാറ്റം എല്ലാ മേഖലയിലും വേണമെന്നും ക്ഷേത്ര ദർശനത്തിന് പ്രത്യേക വസ്ത്രധാരണ രീതി രേഖപ്പെടുത്തിയിട്ടുള്ളതായി അറിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദക്ഷിണേന്ത്യയിലെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമാണ് ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം. മഹാകവി കുമാരനാശാൻ ചരമശതാബ്ദി ആചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന നവോത്ഥാന സന്ദേശയാത്ര ജനുവരി 15 ബുധനാഴ്ച കുട്ടനാട്ടിലെ രാമങ്കരിയിൽ എത്തും. സന്ദേശയാത്രയുടെ പ്രചരണാർത്ഥം ചമ്പക്കുളത്ത് കുമാരനാശാൻ ചരമശതാബ്ദി ആചരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ യോഗം ചേർന്നു. ആചരണ സമിതി ജില്ലാ സെക്രട്ടറി വർഗീസ് ജോർജ് പ്രചാരണ യോഗം ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് സമിതി വൈസ് പ്രസിഡന്റ് ബൈജു കാരാഞ്ചേരി മുഖ്യപ്രസംഗം നടത്തി. ഉയരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരാളാണ് അധ്യാപകൻ. അധ്യാപകൻ ഇന്നാണെങ്കിൽ നേരത്തെ ആശാനായിരുന്നു. കുടിപ്പള്ളിക്കൂടത്തിൽ ഈ പറഞ്ഞു തരുന്ന മണ്ണിൽ വിരലുകൊണ്ട് എഴുതി അക്ഷരം പഠിപ്പിക്കുന്ന നാശമില്ലാത്ത ആ അക്ഷരം കൊണ്ട് അവൻ ജീവിച്ചുകൊള്ളും, അവൻ വലുതായിക്കൊള്ളും, അവൻ്റെ മനസ്സ് ഉണർന്നുകൊള്ളും എന്ന് ചിന്തിക്കുന്ന ഒരു സംസ്കാരം പണ്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മണ്ണിൽ അരിയിൽ വിരലുകൊണ്ട് എഴുതുകയും സ്വർണം നാവിൽ ഉരയ്ക്കുകയും ചെയ്യുന്ന, സ്വർണം കൊണ്ട് നാവിലിടുന്നത് അവൻ്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ സ്വർണമാകട്ടെ എന്ന വലിയ സങ്കല്പം, അത് ഭാരത സങ്കല്പമാണ്. ആ ഭാരതീയ സങ്കല്പം ഉണർത്തുന്ന ഈ ഒരു പ്രക്രിയയിലൂടെ മനുഷ്യനെ മനുഷ്യനായി കാണുകയും അവൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ പ്രകടിപ്പിക്കുവാൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൗന്ദര്യമുള്ള വാക്കുകളുടെ സൃഷ്ടാവ്, ആ സൃഷ്ടാവിനെ നമ്മൾ ചിലപ്പോൾ ചെറുകഥാകൃത്ത് എന്ന് വിളിക്കുന്നു, കവി എന്ന് വിളിക്കുന്നു, ഒരു നോവലിസ്റ്റ് എന്ന് വിളിക്കുന്നു. സാഹിത്യകാരൻ അലക്സ് നെടുമുടി അധ്യക്ഷനായിരുന്നു. സ്വാഗത സംഘം കൺവീനർ ആർ രാധാകൃഷ്ണൻ, NI തോമസ്, PR സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. ചമ്പക്കുളം സോഷ്യൽ സർവീസ് ലീഗ്, SNDP, NSS, KPMS ചമ്പക്കുളം ശാഖകളുടെ സഹകരണത്തോടെയാണ് യോഗം സംഘടിപ്പിച്ചത്. ജനുവരി 8 ബുധനാഴ്ച വൈകിട്ട് 5:30 രണ്ടാമത് പ്രചരണ യോഗം മാമ്പുഴക്കരി ലൈബ്രറിക്ക് സമീപം ആശാൻ ചരമശതാബ്ദി സംസ്ഥാന കമ്മിറ്റി അംഗം NK ബിജു ഉദ്ഘാടനം ചെയ്യുമെന്ന് സമിതി അറിയിച്ചു. മഹാകവി കുമാരനാശാന്റെ ചരമശതാബ്ദി ആചരണത്തിന് സമാപനം കുറിച്ചുകൊണ്ട് 2025 ജനുവരി 10 കുമാരനാശാന്റെ ജന്മഗൃഹത്തിൽ നിന്നും ആരംഭിക്കുന്ന നവോത്ഥാന സന്ദേശ ജാഥ 16 പല്ലനയിൽ സമാപിക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം ആൺകുട്ടികളുടെ ലളിതഗാന മത്സരത്തിലും ദേശഭക്തി ഗാനത്തിനും A ഗ്രേഡ് കരസ്ഥമാക്കി ചങ്ങനാശ്ശേരി SB ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. സ്കൂളിലെ സംഗീതാധ്യാപകൻ ലാലിച്ചൻ ജോസഫ് എഴുതി സംഗീതം നൽകിയ ലളിതഗാനമാണ് കുട്ടികൾ ആലപിച്ചത്. ദീപം തെളിക്കുവിൻ സ്മൃതിമണ്ഡപങ്ങളിൽ, ദേശാഭിമാനികൾ പൂർവികർ ഞങ്ങൾ, സ്വാതന്ത്ര്യ ജീവിത കൊടിതോരണങ്ങൾ പാറിപ്പറക്കട്ടെ പൊൻവാരി നിക്കില. കുട്ടികൾ പാടി A ഗ്രേഡ് നേടിയ ലളിതഗാനത്തിന്റെ രചനയും സംഗീതവും നിർവഹിച്ചതിനു പുറമെ A ഗ്രേഡ് കരസ്ഥമാക്കിയ ദേശഭക്തി ഗാനത്തിന് സംഗീതം നൽകിയതും ഇവരുടെ സംഗീതാധ്യാപകനായ ലാലിച്ചൻ ജോസഫാണ്. ആവർത്തന വിരസത ഒഴിവാക്കാനാണ് സ്വന്തമായി പാട്ടുകൾ എഴുതി വിദ്യാർത്ഥികളെ കൊണ്ട് പാടിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. SB ഹയർ സെക്കൻഡറി സ്കൂൾ ഉൾപ്പെടെ വിവിധ സ്കൂളുകളിലെ പ്രാർത്ഥനാ ഗാനങ്ങളുടെ രചനയും സംഗീതവും ഈ അധ്യാപകൻ നിർവഹിച്ചിട്ടുണ്ട്.
ബെൻ ബിജു, സായിനാഥ്, സെബിൻ ബിനു, ജിതിൻ ബി ജോസഫ്, ഡോൺ വർഗീസ്, എഡ്രിൻ കെ രാജു, ടോം സോബി എന്നീ വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ചമ്പക്കുളം ഗാകുൽത്ത ആശ്രമ ദേവാലയത്തിൽ പരിശുദ്ധ വ്യാകുല മാതാവിന്റെ തിരുനാൾ ആഘോഷങ്ങൾക്ക് കൊടികയറി. ചൊവ്വാഴ്ച വൈകിട്ട് 5:15 ആശ്രമം പ്രിയോർ ഫാദർ ചാക്കോ അക്കാത്ര CMA കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ഈ പതാക പണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കൊടിയേറ്റ് ദിനമായ ചൊവ്വാഴ്ച വൈകിട്ട് 5-ന് ജപമാലയോടെയാണ് പള്ളിയിൽ കർമ്മങ്ങൾ ആരംഭിച്ചത്. കൊടിയേറ്റിന് ശേഷം നടന്ന ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ സിറിൽ കളരിക്കൽ കാർമ്മികനായി. മരിച്ചവരുടെ ഓർമ്മ ദിനമായ ജനുവരി 8 ബുധനാഴ്ച വൈകുന്നേരം 5-ന് ഫാദർ പ്രിൻസ് എതിരേറ്റ് കുടിലിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും. വ്യാഴാഴ്ചയാണ് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ദിനം. വെള്ളിയാഴ്ച വിശുദ്ധ ചാവറയച്ചന്റെയും വിശുദ്ധ അൽഫോൻസാമയുടെയും തിരുനാൾ ദിനമായി ആചരിക്കും. ജനുവരി 11 ശനിയാഴ്ചയാണ് കുട്ടികളുടെ ആഘോഷമായ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം. പ്രധാന തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 9:30 ആഘോഷമായ തിരുനാൾ കുർബാനയും പ്രദക്ഷിണവും തുടർന്ന് കൊടിയിറക്കും നടക്കും. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 7180 രൂപ, പവന് 57,440 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.